നമസ്കാരം. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയും RSSും ഇടയുന്നു. ഈ വാർത്തയ്ക്കായിരുന്നു ഏറെ പ്രിയം. അതിനുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയും ചെയ്തു. വാരണാസിയിൽ പോലും നരേന്ദ്രമോദി കഷ്ടിച്ച് കടന്നുകൂടി എന്ന് പറയാൻ മാത്രമേ കഴിയൂ. അപ്പോഴെല്ലാം മാധ്യമങ്ങൾ പറഞ്ഞത് RSS ഉയർത്തി വിമർശനങ്ങളാണ് BJPക്ക് സീറ്റ് കുറയുന്നതിന് കാരണമായത് എന്നാണ്. ശക്തമായ വിമർശനങ്ങളായിരുന്നു RSS തലവൻ മോഹൻ ഭാഗവത് ഉയർത്തിയിട്ടുള്ളത്. ഇത് കേട്ട പലരും RSSന് നേരം വെളുത്തു എന്ന് പോലും പറഞ്ഞു. ഈ അടുത്ത സമയത്ത് പോലും മോഹൻ ഭാഗവത് ഉയർത്തിയ ചില വിമർശനങ്ങൾ ഒന്ന് നോക്കാം. നാഗ്പൂരിലായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. അന്തസ് കെട്ട പ്രചാരണ വേളകൾ എന്നാണ് ഭാഗവതിന്റെ വാക്കുകൾ. അതിന് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരേപോലെ തന്നെ ഉത്തരവാദികളാണ്. കള്ളത്തരത്തെ പ്രചരണായുധമാക്കി മാറ്റരുത് എന്ന ഉപദേശവും അദ്ദേഹം നൽകി. സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വ്യാജ പ്രചാരണമാണ് നടന്നതെന്നും ഇത് നമ്മളുടെ സംസ്കാരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. അഹങ്കാരം യഥാർത്ഥ ജനസേവകർക്കുണ്ടാകാൻ പാടില്ലെന്നും അദ്ദേഹം ഉപദേശ രൂപേണ പറഞ്ഞു വെച്ചു. തെരഞ്ഞെടുപ്പ് വെറും മത്സരം മാത്രമാണ്, അല്ലാതെ യുദ്ധമല്ലെന്ന് ഓർമ്മിപ്പിച്ച ഭാഗവത് രാഷ്ട്രീയ എതിരാളികൾ വിരോധി പക്ഷമല്ലെന്നും പ്രതിപക്ഷമാണെന്നും കൂടി പറഞ്ഞു. ഏറ്റുമുട്ടലല്ല സമവായമാണ് വേണ്ടതെന്നും കൂട്ടിച്ചേർത്തു. മണിപ്പൂരിന്റെ കാര്യത്തിലും മോഹൻ ഭാഗവത് തന്റെ ആശങ്ക പുതിയ സർക്കാരുമായി പങ്കുവച്ചു. കഴിഞ്ഞ ഒരു വർഷമായി മണിപ്പൂർ സമാധാനത്തിന് വേണ്ടി കേഴുകയാണെന്നും അക്കാര്യത്തിൽ മുൻഗണന വേണമെന്നും ഓർമ്മിപ്പിക്കുകയാണ് മോഹൻ ഭാഗവത്. മോഹൻ ഭാഗവത് മാത്രമല്ല, മറ്റു നേതാക്കളും BJPക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. RSSന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും മുസ്ലിം രാഷ്ട്രീയ മഞ്ചിന്റെ സംഘാടകനുമായ ഇന്ദ്രേഷ് കുമാർ പറയുന്നത് ഇങ്ങനെയാണ്. അഹങ്കാരത്തെ ശ്രീരാമ ഭഗവാൻ 240 സീറ്റിൽ നിർത്തിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. പിന്നീട് അദ്ദേഹം അത് പിൻവലിച്ചു. BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RSSന്റെ സേവനം അഭ്യർത്ഥിച്ചില്ല എന്ന് ഓർഗനൈസറിൽ ലേഖനം എഴുതിക്കൊണ്ടായിരുന്നു രത്തൻ ശാരദ തന്റെ വിമർശനം ഉന്നയിച്ചത്. അമിത ആത്മവിശ്വാസത്തിനുള്ള തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും സോഷ്യൽ മീഡിയയിൽ സജീവമായി ഇടപെട്ടതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നും താഴെത്തട്ടിലെത്തി നാട്ടുകാരുടെ ആവലാതികൾ കേൾക്കാൻ തയ്യാറാകണമെന്നും ശാരദ വിമർശിച്ചു. 400 പാർ എന്നത് മോദി മുന്നോട്ട് വെച്ച ലക്ഷ്യമാണെന്നും അത് യാഥാർത്ഥ്യമാക്കേണ്ടത് പ്രവർത്തകരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാലുമാറിയെത്തിയവർക്ക് BJP നേതൃത്വം സീറ്റ് നൽകിയതിനെയും ശാരദ വിമർശിച്ചു. പണം കൊണ്ട് മാത്രം ജയിക്കാൻ കഴിയില്ല എന്നതിന്റെ തെളിവാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് BJPയുടെ മുൻ പ്രസിഡന്റും ഉപരാഷ്ട്രപതിയുമായിരുന്ന M വെങ്കയ്യ നായിഡു പറഞ്ഞു. ഇങ്ങനെ പോകുന്നു BJPക്കെതിരായി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്ന വിമർശനങ്ങൾ. എന്നാൽ ഈ വിമർശനങ്ങളിൽ എത്രത്തോളം യാഥാർത്ഥ്യവും ആത്മാർത്ഥതയും ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ഇത്തരം വിമർശനങ്ങൾ ഉയർന്നപ്പോൾ BJP വിരുദ്ധരായവർ എല്ലാവരും തന്നെ RSSന്റെ പക്ഷം ചേർന്നുകൊണ്ടിരുന്നു. എന്നാൽ എന്താണ് യാഥാർത്ഥ്യം? സത്യത്തിൽ RSS BJP വിരുദ്ധതയാണോ സംസാരിക്കുന്നത്? സംഘപ്രവർത്തകനായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലെത്തിയ നരേന്ദ്രമോദിയെ RSS താഴെ ഇറക്കുമോ? അതിനുള്ള ശേഷി ഈ സംഘടനയ്ക്കുണ്ടോ? അഥവാ ശേഷിയുണ്ടെങ്കിലും അതിന് RSS തയ്യാറാകുമോ? ഈ പറഞ്ഞതൊക്കെയും BJP വിരുദ്ധർ മേലോട്ട് നോക്കിയിരുന്ന് മനക്കോട്ട കെട്ടിയാൽ മതി എന്ന് പറയുന്നതാകും ശരി. അഭിഭാഷകനും പ്രശസ്ത രാഷ്ട്രീയ നിരൂപകനുമായ AG നൂറണിയുടെ ഒരു പുസ്തകമുണ്ട്. RSS ആൻഡ് BJP, എ ഡിവിഷൻ ഓഫ് ലേബർ എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഹൈഡ്രയെ പോലെ ഒരേ സമയം നിരവധി തലകളുള്ള സംഘടനയാണ് RSS. വിവിധ നാവുകൾ ഉപയോഗിച്ച് അത് സംസാരിക്കും. ഈ സംഘടനകൾ തമ്മിൽ വ്യക്തമായ തൊഴിൽ വിഭജനമുണ്ടെന്ന് ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടെ വിശദീകരിച്ചാൽ RSS ഇപ്പോൾ പറഞ്ഞതൊന്നും ശരിയായ രീതിയിൽ കാണേണ്ട എന്ന് മാത്രം. അതായത് 40ഓളം സംഘടനകളാണ് RSSന്റെ കീഴിലുള്ളത്. അതിൽ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന മാത്രമാണ് BJP. അതുകൊണ്ട് തന്നെ BJPക്കെതിരായി RSS പ്രവർത്തിക്കുമെന്ന് കരുതുന്നത് തന്നെ ഏറ്റവും വലിയ വിഡ്ഢിതമായി തന്നെ വേണം കണക്ക് കൂട്ടാൻ. എന്നാൽ RSS എന്ന ഹിന്ദു സംഘടനയിൽ നിന്ന് അകന്നു പോകാൻ BJPക്ക് കഴിഞ്ഞുവോ? ഇല്ല എന്ന് തന്നെ പറയാം. ഇല്ല എന്ന് മാത്രമല്ല, ഹിന്ദുത്വ അജണ്ടകൾ അതിശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു സർക്കാരായിരുന്നു അത് കഴിഞ്ഞു പോയത് എന്ന് ആർക്കും കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അതിൽ രാമക്ഷേത്ര നിർമ്മാണം തന്നെയാണ് ഒന്നാമതായി എടുത്തു പറയേണ്ടത്. 1980കൾ മുതൽ തന്നെ RSS മുന്നോട്ട് വയ്ക്കുന്ന ഈ ആശയം നടപ്പിലാക്കുകയായിരുന്നു BJP സർക്കാർ ചെയ്തത്. അതിൽ അവസാനിക്കുന്നില്ല. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുകയും ഭരണഘടനയുടെ 370-ാം വകുപ്പ് റദ്ദാക്കിയതുമടക്കം നടപ്പിലാക്കി കൊടുത്ത നരേന്ദ്രമോദി സർക്കാരിനെ അങ്ങനെ ശത്രുസ്ഥാനത്ത് നിർത്തി വധിക്കാൻ RSS ഒരിക്കലും തയ്യാറാകില്ല. RSS ഉയർത്തിയ മൂന്നാമത്തെ അജണ്ടയായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ വേണ്ട കാര്യങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇത്തരം വിമർശനങ്ങൾക്ക്, അല്ലെങ്കിൽ എന്താണ് ഇത്തരം വിമർശനങ്ങൾക്ക് പിന്നിൽ?
ഇത്തവണ BJPക്ക് കാര്യമായ നേട്ടമൊന്നും തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. നേരത്തെ പറഞ്ഞില്ല, 240 സീറ്റുകൾ മാത്രം. അതിനർത്ഥം ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വ ആശയത്തോടുള്ള പ്രതിപത്തി കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അതിന്റെ പരസ്യ പ്രഖ്യാപനം തന്നെയായിരുന്നു ഇത്തവണത്തെ വോട്ടിങ്ങിൽ കണ്ടത്. ഹിന്ദുക്കൾ തന്നെയാണ് BJPക്കെതിരായി വോട്ട് ചെയ്തത് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് തെറ്റായ ഭരണനയങ്ങൾ തന്നെയാണ് ഇത്തരത്തിലൊരു തിരിച്ചടിക്ക് കാരണമായത് എന്നർത്ഥം. ഇതോടുകൂടി കെണിയിലായത് BJP മാത്രമല്ല, അതിലൂടെ RSSനും തിരിച്ചടി ഉണ്ടായി എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് സ്വയം രക്ഷിച്ചെടുക്കേണ്ടത് RSSനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായി വന്നു. അതായത് ഹിന്ദുത്വ ആശയത്തിനല്ല, മറിച്ച് അത് നടപ്പിലാക്കിയ BJP സർക്കാരിനാണ് തകരാർ സംഭവിച്ചത് എന്ന് വരുത്തി തീർക്കുകയാണ് RSS ലക്ഷ്യം വെക്കുന്നത്. മണിപ്പൂരിനെ കുറിച്ച് ആശങ്കാകുലനാകുന്ന മോഹൻ ഭാഗവത് ഒന്ന് ഓർക്കണം. ഇപ്പോൾ നടക്കുന്ന മെയ്തേയി കുക്കി സംഘടനത്തിൽ മെയ്തേയി വിഭാഗത്തെ സമരമുഖത്തേക്ക് ഇറക്കിയത് RSS തന്നെയാണ് എന്നുള്ള സത്യം അംഗീകരിക്കാൻ കഴിയണം. അന്ന് സ്ത്രീകൾക്കെതിരായി പോലും നടന്ന അതിക്രൂരമായ പ്രവർത്തനങ്ങൾ, എന്തിനേറെ നഗ്നരാക്കി തെരുവിലൂടെ നടത്തിയ കാര്യങ്ങൾ പോലും എന്തേ അന്ന് പ്രതികരിക്കാൻ RSS മുന്നോട്ട് വന്നില്ല? എന്നിട്ടിപ്പോൾ ഹിന്ദു വോട്ടുകളുടെ എണ്ണത്തിൽ കുറവ് വന്നപ്പോഴാണ് RSSന് സത്യത്തിൽ നേരം വെളുത്തത്. RSS എന്ന സംഘടന ലക്ഷ്യം വെക്കുന്ന അജണ്ടയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി BJP നയിക്കുന്ന സർക്കാരിനെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ RSS ഉയർത്തുന്ന ഇത്തരം വിമർശനങ്ങൾക്ക് പിന്നിലുള്ളത്. ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും കാരുണ്യത്തിലാണ് മോദിക്ക് 3-ാം ഊഴം ലഭിച്ചത്. മോദി സർക്കാർ വീഴുകയാണെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ പ്രതിപക്ഷത്തിന് നൽകുന്നത് എന്തിനാണ് എന്ന ചിന്തയും ഭാഗവതിൻ്റെ വിമർശനത്തിന് പിന്നിലുണ്ട്. കാര്യം, കൂട്ടുകക്ഷി മന്ത്രിസഭ അധികകാലമൊന്നും മുന്നോട്ട് പോകാൻ സാധ്യതയില്ല എന്ന ചിന്ത ഇപ്പോൾ തന്നെ മോഹൻ ഭാഗവതിന് ഉണ്ട്. മന്ത്രിസഭ വീഴുകയാണെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ഈ തെരഞ്ഞെടുപ്പിൽ ശക്തരായ പ്രതിപക്ഷത്തിന് ലഭിക്കും. മോഹൻ ഭാഗവത് ഉയർത്തുന്ന വിമർശനങ്ങൾക്ക് പിന്നിൽ BJPയെ ആ അവസ്ഥയിലേക്ക് എത്തിച്ചത് ഇതേ RSS തന്നെ അല്ലേ എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ RSS ഉയർത്തുന്ന ആരോപണങ്ങളും വിമർശനങ്ങളും വെറും കാപട്യമാണ് എന്നർത്ഥം.